എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് വെയിങ് മെഷീനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാക്ടോമീറ്ററിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുമോ? ലാക്ടോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ലാക്ടോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. എല്ലാവരും നല്ല എനർജിയോടെ തന്നെ ഇരുന്നോ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണിത്. ഒന്നുകൂടി നോക്കാം. ഭാരം അളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര അളവ് SI യൂണിറ്റ് ആണ് ചോദിച്ചത്. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ സി കിലോഗ്രാം. കൂടുതലായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അന്താരാഷ്ട്ര അളവ് സമ്പ്രദായത്തിൽ പിണ്ഡം അഥവാ ഭാരം അളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. അടുത്ത ചോദ്യം, സ്പ്രിംഗ് ബാലൻസ് പ്രവർത്തിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സ്പ്രിംഗ് ബാലൻസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആൻസർ ഓപ്ഷൻ ബി ഹുക്കിൻ്റെ നിയമം, ഹുക്സ് ലോ. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ഹുക്സ് ലോ. ഒരു സ്പ്രിങ്ങിൽ പ്രയോഗിക്കുന്നത് ബലം അത് നീളുന്നതിന് ആനുപാതികമായിരിക്കും എന്നാണ് ഹുക്കിൻ്റെ നിയമം. അതായത് ഹുക്സ് ലോൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, F - kx. ഈ തത്വമാണ് സ്പ്രിംഗ് ബാലൻസിൽ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് പഠിച്ചാൽ മതി. സ്പ്രിംഗ് ബാലൻസിൽ പ്രവർത്തിക്കുന്നത് ഹുക്കിൻ്റെ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ വെയിങ് മെഷീനുകളിൽ ഭാരം കൃത്യമായി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന സെൻസർ. ഡിജിറ്റൽ വെയിങ് മെഷീനിൽ ഭാരം കൃത്യമായി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന സെൻസർ. ആൻസർ ഓപ്ഷൻ ബി ലോഡ് സെല്ല്. ഡിജിറ്റൽ യന്ത്രങ്ങളിൽ പ്രയോഗിക്കുന്ന മെക്കാനിക്കൽ ബലത്തെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നത് ലോഡ് സെൽ എന്ന ട്രാൻസ്ഡ്യൂസർ ആണ്. ഡിജിറ്റൽ വെയിങ് മെഷീനുകളിൽ ഭാരം കൃത്യമായി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന സെൻസറാണ് ലോഡ് സെല്ല്. താഴെ പറയുന്നവയിൽ ഏതാണ് വസ്തുക്കളുടെ മാസ് കൃത്യമായി അളക്കാൻ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നത്? ലബോറട്ടറികളിൽ വസ്തുക്കളുടെ മാസ് കൃത്യമായി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അനലിറ്റിക്കൽ ബാലൻസ്. രാസപരീക്ഷണശാലകളിലും മറ്റും വളരെ ചെറിയ അളവിലുള്ള ഭാരം അതീവ കൃത്യതയോടെ അളക്കാൻ അനലിറ്റിക്കൽ ബാലൻസ് അഥവാ കെമിക്കൽ ബാലൻസ് ഉപയോഗിക്കുന്നു. അതായത് വസ്തുക്കളുടെ മാസ് കൃത്യമായി അളക്കാൻ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നത് അനലിറ്റിക്കൽ ബാലൻസ് ആണ്. നമുക്കതിൻ്റെ ലാസ്റ്റ് നോട്ടിൽ നോക്കാം. ഇതിനെക്കുറിച്ചുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്, അതൊക്കെയാണ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വെയിങ് മെഷീൻ 0-ൽ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺ ഏതാണ്? വെയിങ് മെഷീന് 0-ൽ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺ. ആൻസർ ഓപ്ഷൻ സി ആണ് ടയർ. ഒരു പാത്രത്തിൻ്റെ ഭാരം ഒഴിവാക്കിക്കൊണ്ട് അതിനുള്ളിലെ വസ്തുവിൻ്റെ ഭാരം മാത്രം അളക്കാനോ അല്ലെങ്കിൽ മെഷീൻ റീഡിംഗ് 0 ആക്കാനോ ടയർ ബട്ടൺ ഉപയോഗിക്കുന്നു. വെയിങ് മെഷീനിൽ 0-ൽ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺ, അതിൻ്റെ പേരാണ് ടയർ. പഴയ കാലത്ത് അങ്ങാടികളിലും മറ്റും ഇരുവശത്തും തട്ടുകളുള്ള ഏത് തരം തുലാസാണ് ഉപയോഗിച്ചിരുന്നത്? നമുക്കറിയാം, പണ്ട് കാലത്തില്ലായിരുന്നു ഒരു ചങ്ങല പോലെ ഉണ്ടാവും, അതിൽ 2 നമ്മൾ കട്ട വെച്ചിട്ട് തൂക്കം അളക്കുന്നതില്ലേ, ആ ഉപകരണത്തിൻ്റെ പേരാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബീം ബാലൻസ്. നടുവിലൊരു ദണ്ടും ഇരുവശങ്ങളിലും തട്ടുകളുമുള്ള പരമ്പരാഗത തുലാസുകളെയാണ് ബീം ബാലൻസ് എന്ന് വിളിക്കുന്നത്. ഒരു വശത്ത് നിശ്ചിത ഭാരമുള്ള കട്ടികളും മറുവശത്ത് സാധനങ്ങളും വെച്ചാണ് ഇത് അളക്കുന്നത്. ജസ്റ്റ് ബീം ബാലൻസ് എന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പല ടൈപ്പിലുള്ളത് കാണാൻ പറ്റും. ആൻസർ വരുന്നത് ബീം ബാലൻസ്, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഭാരമേറിയ ലോറികളും ട്രക്കുകളും സാധനങ്ങൾ ഉൾപ്പെടെ തൂക്കി നോക്കാൻ ഉപയോഗിക്കുന്ന വലിയ സംവിധാനം ഏതാണ്? ഭാരമേറിയ ലോറികളും ട്രക്കുകളും സാധനങ്ങൾ ഉൾപ്പെടെ തൂക്കി നോക്കാൻ ഉപയോഗിക്കുന്ന വലിയ സംവിധാനം, അതായത് വലിയ ഭാരം അളക്കാനുള്ള. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വെയിൻ ബ്രിഡ്ജ്. വെയിൻ ബ്രിഡ്ജ് എന്തിനാ ഉപയോഗിക്കുന്നത്? വലിയ ചരക്ക് വാഹനങ്ങളുടെ ഭാരം അളക്കാൻ റോഡിനോട് ചേർന്ന് നിലത്ത് സ്ഥാപിക്കുന്ന ഭീമൻ തൂക്ക യന്ത്രങ്ങളാണ് വെയിൻ ബ്രിഡ്ജുകൾ. ഭാരമേറിയ ലോറികളും ട്രക്കുകളും സാധനങ്ങൾ ഉൾപ്പെടെ തൂക്കി നോക്കാൻ ഉപയോഗിക്കുന്ന വലിയ സംവിധാനം, അതിന് പറയുന്നതാണ് വെയിൻ ബ്രിഡ്ജ്. ഒരു ഡിജിറ്റൽ വെയിങ് മെഷീനിൽ കാണിക്കുന്ന അളവുകളിലെ കൃത്യതാക്കുറവിനെ ക്രമീകരിക്കുന്ന പ്രക്രിയയ്ക്ക് എന്ത് പറയുന്നു? അതായത് നമ്മൾ അളവുകൾ കൃത്യമാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രക്രിയ, അതിന് പറയുന്ന പേരാണ് കാലിബ്രേഷൻ. ഒരു സ്റ്റാൻഡേർഡ് ഭാരം ഉപയോഗിച്ച് മെഷീൻ്റെ കൃത്യത പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് കാലിബ്രേഷൻ. ഡിജിറ്റൽ വെയിങ് മെഷീനിൽ കാണിക്കുന്ന അളവുകളിൽ കൃത്യത കുറവിനെ ക്രമീകരിക്കുന്ന ആ പ്രക്രിയ, അതിനെയാണ് കാലിബ്രേഷൻ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ ശരീരത്തിലെ കൊഴുപ്പ്, പേശികൾ എന്നിവയുടെ അളവ് കൂടി കണക്കാക്കുന്ന ആധുനിക വെയിങ് മെഷീൻ ഏതാണ്? വ്യക്തിയുടെ ശരീരത്തിലെ കൊഴുപ്പ്, ബോഡി ഫാറ്റ്, പേശികൾ എന്നിവയുടെ അളവ് കണക്കാക്കുന്ന ആധുനിക വെയിങ് മെഷീൻ. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബോഡി കോമ്പോസിഷൻ അനലൈസർ. ബോഡി കോമ്പോസിഷൻ അനലൈസർ അതായത് ശരീരത്തിലൂടെ നേർത്ത വൈദ്യുത തരംഗങ്ങൾ കടത്തിവിട്ട് ഭാരത്തോടൊപ്പം ശരീരത്തിലെ കൊഴുപ്പ്, വെള്ളം, പേശികൾ എന്നിവയുടെ ശതമാനം കണക്കാക്കുന്ന യന്ത്രമാണിത്.
നമുക്ക് അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഒരേപോലെയുള്ള 100 കണക്കിന് ചെറിയ സ്ക്രൂകളോ നട്ടുകളോ എണ്ണി തിട്ടപ്പെടുത്താൻ വ്യാപാരികൾ ഉപയോഗിക്കുന്ന തൂക്കയന്ത്രം ഏതാണ്? ഒരേപോലെയുള്ള 100 കണക്കിന് ചെറിയ സ്ക്രൂകളോ നട്ടുകളോ എണ്ണി തിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന തൂക്കയന്ത്രം. ആൻസർ ഓപ്ഷൻ എ, കൗണ്ടിംഗ് സ്കെയിൽ. ഒരു നിശ്ചിത എണ്ണത്തിൻ്റെ ഭാരം മുൻകൂട്ടി മനസ്സിലാക്കി അതിലൂടെ വലിയ അളവിലുള്ള വസ്തുക്കളുടെ ആകെ എണ്ണം ഭാരത്തെ അടിസ്ഥാനമാക്കി കൃത്യമായി കണക്കാക്കാൻ കൗണ്ടിംഗ് സ്കെയിലുകൾ സഹായിക്കുന്നു. ഒരേപോലെയുള്ള 100 കണക്കിന് ചെറിയ സ്ക്രൂകളോ നട്ടുകളോ എണ്ണി തിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു തൂക്കയന്ത്രമാണ് കൗണ്ടിംഗ് സ്കെയിൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഏതൊക്കെ ടൈപ്പ് വെയിങ് മെഷീനാണുള്ളത് നോക്കാം. ആദ്യത്തത് ബീം ബാലൻസ്. പണ്ട് കാലം മുതൽ ഉപയോഗിച്ച് വരുന്ന പരമ്പരാഗത തുലാസ്. നടുവിലുള്ള ഒരു ദണ്ടിൻ്റെ ഇരുവശത്തും തട്ടുകളുണ്ടാകും. ഒരു വശത്ത് നിശ്ചിത ഭാരമുള്ള കട്ടി വെച്ചാണ് മറുവശത്തെ വസ്തുവിൻ്റെ ഭാരം അളക്കുന്നത്. നമ്മൾ പണ്ട് കാണാറുണ്ടായിരുന്നു ബീം ബാലൻസ്. പിന്നെ വരുന്നത് സ്പ്രിംഗ് ബാലൻസ്. ഹുക്കിൻ്റെ നിയമം, ഹുക്സ് ലോ അനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ഇതിലേക്ക് ഭാരം തൂക്കുമ്പോൾ ഉള്ളിലെ സ്പ്രിങ് നീളുകയും അതിനനുസരിച്ച് റീഡിംഗ് കാണിക്കുകയും ചെയ്യുന്നു. അതാണ് സ്പ്രിംഗ് ബാലൻസ്. പിന്നെ വരുന്നതാണ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്കെയിൽ. അത് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവയാണ്. ഭാരം ഡിജിറ്റൽ സ്ക്രീനിൽ കൃത്യമായി കാണിക്കുന്ന ഇതിൽ ഭാരം അളക്കാൻ ലോഡ് സെല്ല് എന്ന സെൻസറുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതാണ് അനലിറ്റിക്കൽ ബാലൻസ്. ലബോറട്ടറികളിലും സ്വർണ്ണക്കടകളിലും മില്ലിഗ്രാം വരെയുള്ള വളരെ ചെറിയ ഭാരങ്ങൾ കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന അതീവ സെൻസിറ്റീവായ മെഷീനുകളാണിവ. നമ്മൾ സ്വർണ്ണക്കടയിലൊക്കെ പോയാൽ കാണാം, ഒരു എയറൊന്നും കിടക്കാതെ ഒരു ചില്ലുകൂട്ടിലിട്ട് വെച്ച സ്വർണത്തിൻ്റെ വെയിറ്റ് നോക്കുന്ന മെഷീനില്ലേ, അപ്പോൾ അതാണ് അനലിറ്റിക്കൽ ബാലൻസ്. ഇനി വെയ് ബ്രിഡ്ജ്. വലിയ ലോറികൾ, ട്രക്കുകൾ എന്നിവ ചരക്കുകളോടെ നിലത്തു നിർത്തി തൂക്കി നോക്കാൻ ഉപയോഗിക്കുന്ന ഭീമൻ യന്ത്രങ്ങൾ. അതാണ് വെയ് ബ്രിഡ്ജ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദങ്ങളാണ്. ടയർ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഒരു പാത്രത്തിൻ്റെ ഭാരം ഒഴിവാക്കി അതിനുള്ളിൽ വെക്കുന്ന സാധനത്തിൻ്റെ ഭാരം മാത്രം അളക്കാൻ റീഡിംഗ് വീണ്ടും പൂജ്യമാക്കുന്ന പ്രക്രിയ, അതിനെയാണ് ടയർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കാലിബ്രേഷൻ. കാലിബ്രേഷൻ ഒന്ന് ഓർത്ത് വെക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. തൂക്കയന്ത്രം കൃത്യമായ അളവാണോ കാണിക്കുന്നതെന്ന് സ്റ്റാൻഡേർഡ് കട്ടികൾ ഉപയോഗിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന രീതി. അതായത് കാലിബ്രേഷൻ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഉപകരണം കാണിക്കുന്ന അളവ് ശരിയാണോ എന്ന് പരിശോധിച്ച് അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രക്രിയ. ഈ ഉപകരണങ്ങളൊക്കെ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അളവുകളിൽ മാറ്റം വരാം. അപ്പോൾ നമുക്ക് ആ കാലിബ്രേഷൻ എന്നുള്ള പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്നത്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഉപയോഗങ്ങളാണ്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. ഇതോടെ നമ്മൾ സിലബസിൽ വരുന്ന വിവിധ മെഷറിംഗ് ഉപകരണങ്ങളെക്കുറിച്ച് പഠിച്ചു. ബേസിക്സ് ഓഫ് ലീഗൽ മെട്രോളജിയിൽ ഇനി നമുക്ക് 1-2 ടോപ്പിക്ക് കൂടിയേ നോക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂൾസും ഇമ്പോർട്ടൻ്റ് സെക്ഷൻസൊക്കെ നോക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും നന്നായി പഠിക്കുക. ഞാൻ തൽക്കാലം എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.